വസ്ത്രം ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നത് വാസ്തവം. വസ്ത്രം ശരിയല്ലാത്തത് കൊണ്ടാണ് സ്ത്രീകൾ മാനസികമായോ ശാരീരികമായോ ചൂഷണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഇടുങ്ങിയ ചിന്താഗതിയും മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാറേണ്ടത് കാഴ്ച കാണുന്നവന്റെ കണ്ണും മനസ്സുമാണ്. അമ്മയുടെയോ പെങ്ങളുടെയോ ശരീരത്തിലെ നഗ്നത കണ്ടാൽ അനുസരണക്കേട് കാണിക്കാത്ത കണ്ണും കൈയും തന്റെ അല്ലാത്ത മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് ചൂഴ്ന്നു നോക്കേണ്ട ആവശ്യമില്ല. ഇതേ സമയം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വസ്ത്രധാരണയിൽ പുലർത്തേണ്ട രണ്ട് കാര്യങ്ങളുമുണ്ട്. ഒന്ന്, നമ്മൾ പങ്കെടുക്കുന്ന ചടങ്ങ്, സ്ഥലം എന്നിവ മുൻനിർത്തി വേണം വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ കണ്ടെത്തുന്നത്. അത് സ്വയം തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ടതാണ്. അതായത്, വേണ്ടപ്പെട്ട ഒരാളുടെ മരണത്തിന് പട്ടുസാരിയോ മുല്ലപ്പൂവോ ചൂടിപ്പോകില്ല എന്നതുപോലെ, സ്കൂളിൽ അധ്യാപകർ ബിക്കിനി ധരിച്ച് പഠിപ്പിക്കാൻ വരില്ല എന്നതുപോലെ നമ്മൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെയും ചുറ്റുപാടിനെയും ചടങ്ങിനെയും മാനിക്കേണ്ടതുണ്ട്. രണ്ട്, ഇത്തരം ഔചിത്യങ്ങളിൽ വിശ്വാസമില്ല എങ്കിൽ നമുക്ക് നേരെ ഉണ്ടാവുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ആക്ഷേപങ്ങളെ കരുതിയിരിക്കുക. അതിരു കടന്നാൽ നിയമം വഴി താക്കീത് നൽകാനും മെനക്കെടാൻ തയ്യാറാവുക. ഹണി റോസ് ആണ് കുറെ കാലമായി സോഷ്യൽ മീഡിയ താരം. അവസാനം ബോച്ചയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തതോടെ ഹണിയുടെ വസ്ത്രത്തെയും ബോച്ചയുടെ വെള്ളയുടിപ്പിച്ച ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുത്തു. കഴിഞ്ഞ ദിവസം ഹണി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അത് ഇങ്ങനെയാണ്: നാടൻ വസ്ത്രം ധരിച്ചാൽ മാത്രമേ നല്ല സ്ത്രീയായി മാറൂ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടെന്നത് തന്നെ ഞെട്ടിച്ചുവെന്നും, കുറച്ച് ഉത്കണ്ഠ കൂടുതൽ ഉണ്ടെങ്കിലും തന്നിൽ ഒരു പോരാളി ഉള്ളത് കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കാൻ സാധിച്ചതും പോരാടാൻ തീരുമാനിച്ചതും എന്നാണ് ഹണി റോസ് പറയുന്നത്. എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇതിനെ നേരിടണം എന്ന തീരുമാനമെടുത്തത്. മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ട്. എന്നിട്ട് പോലും മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട്, ഡിപ്രഷന്റെ ഗുളിക കഴിക്കേണ്ടി വരുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നു എന്നത് റിയാലിറ്റിയാണ്. മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. ആ സമയങ്ങളിൽ മെന്റൽ സ്ട്രെസ്സും ഭയങ്കരമായിരുന്നു. പുറത്ത് കാണുമ്പോൾ എന്നെ ചിരിച്ച മുഖവുമായി നിങ്ങൾ കാണുമെങ്കിലും നിങ്ങൾക്ക് അറിയാത്തൊരു ബുദ്ധിമുട്ട് മാറി നിന്ന് നേരിടുന്നുണ്ട് എന്നത് റിയാലിറ്റി ആയിരുന്നു. കുറച്ച് ഉത്കണ്ഠ കൂടുതലുള്ള ആളാണ് ഞാൻ, പക്ഷേ ഉള്ളിൽ ഒരു പോരാളി കൂടിയുണ്ട്. അവസാനം ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചപ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ആയിരുന്നു. ആ മെന്റൽ സ്ട്രെസ് ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളാണ് ഞാൻ. നിവൃത്തികേട് കൊണ്ട് മുന്നോട്ട് പോയതാണ്. കേസിലെ നടപടികളിൽ പ്രത്യേകിച്ച് സന്തോഷവുമില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ചിന്ത. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ സ്വഭാവമോ ഒന്നും അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നാടൻ വസ്ത്രം ധരിച്ചാൽ മാത്രമേ നല്ല സ്ത്രീയായി മാറൂ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും വച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട് എന്നാണ് ഹണി റോസ് പറയുന്നത്. കാര്യം എന്തൊക്കെയാണെങ്കിലും സ്ത്രീ ഒരു ഉപഭോഗ വസ്തു അല്ലെന്നും പണക്കൊഴുപ്പിൽ എന്തും ആരോടും വിളിച്ചു പറയാമെന്നുമുള്ള ബോച്ചയുടെ ദാർഢ്യത്തിനിട്ട് നല്ലൊരു കൊട്ട് ആവശ്യമായിരുന്നു. അത് ഹണി കൊടുത്തു. അതുപോലെ വസ്ത്രം വ്യക്തി സ്വാതന്ത്ര്യമാകുന്ന പോലെ വസ്ത്രം ഒരാളുടെ വ്യക്തിത്വം കൂടിയാണെന്ന് ഹണിയും മറക്കരുത്.